1375 റേഞ്ചിൽ കോട്ടൺ ഹക്കോബയിൽ പ്രിന്റഡ് ആയിട്ട് വരുന്ന സൽവാർ സെറ്റാണ് കാണുന്നത്. 4 ഡിഫറെൻറ്റ് ഡിസൈനിലായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. ഡിസൈൻ വരുമ്പോഴത്തേക്ക് ടോപ്പിൻ്റെ പാറ്റേൺ നമുക്ക് ഹക്കോബ ഡിസൈനിലെ എംബ്രോയ്ഡറി വരും. എന്നിട്ട് യോക്ക് പോർഷനിലാണ് നമുക്ക് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന സെയിം ഈ യോക്കിൻ്റെ ഫാബ്രിക് തന്നെയുള്ള കോട്ടൺ ബോട്ടവും സിൽക്കി കോട്ട ദുപ്പട്ടയാണ്. പ്രിന്റഡ് ആയിട്ടുള്ള സിൽക്കി കോട്ട ദുപ്പട്ടയാണ്. ഫസ്റ്റ് പാറ്റേൺ ഇങ്ങനെ വരും. 1375 റേഞ്ചിലാണ് ഈ ഒരു സെറ്റ് നമുക്ക് വന്നേക്കുന്നത്. നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഒരു ബ്ലൂവും മെറൂണും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് സ്ക്വയർ പാറ്റേണിൽ വരും. ഇതിൽ ഫ്ലവർ ഡിസൈനാണ്. ബ്ലൂവും ഗ്രീനൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് നമുക്കൊരു വയലറ്റ് ഷെയ്ഡും ഗ്രീൻ കളറും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു 4 പാറ്റേണിലാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് പാറ്റേൺ നമുക്ക് വരുമ്പോഴത്തേക്ക് ടോപ്പിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഹക്കോബ ഡിസൈൻ വന്ന് യോക്ക് പോർഷനിൽ നമുക്ക് പ്രിൻറ്റഡ് ഫാബ്രിക്കും കൊടുത്തിട്ട് ഇങ്ങനെയാണ് ടോപ്പിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത്. ദുപ്പട്ട വരുമ്പോഴത്തേക്ക് സിൽക്കി കോട്ട ഫാബ്രിക്കിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ദുപ്പട്ട. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ഡിസൈൻ. ബോട്ടം പ്രിൻറ്റഡ് ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തത്. നെക്സ്റ്റ് ഡിസൈൻ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. യോക്ക് പോർഷനിൽ ഈ ഒരു പ്രിൻറ്റും എംബ്രോയ്ഡറിയും വരും. സെയിം തന്നെയാണ് ബോട്ടവും സിൽക്കി കോട്ട ദുപ്പട്ട തന്നെയാണ് പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഡിസൈൻ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. യോക്ക് പോർഷനിൽ ബോക്സ് പാറ്റേണിൽ വന്നിട്ട് സെയിം തന്നെ ബോട്ടവും ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെയാണ്. അതിൽ റൗണ്ട് ഡിസൈൻ, എല്ലാത്തിലും റൗണ്ട് ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത്. സിൽക്കി കോട്ട ഫാബ്രിക്കിലാണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത പാറ്റേൺ വന്നേക്കുന്നത്. ഇതിൽ കളർ കോമ്പിനേഷൻ വരുമ്പോൾ ഒരു മെറൂണും ബ്ലാക്കും ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. ദുപ്പട്ടയിൽ നമുക്ക് മെറൂൺ ഷെയ്ഡിൽ വരും. ഓവറോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത്.